രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. കൊട്ടാരത്തിന്റെ നടയില് രാമനോടൊപ്പം രാമനെ അകമ്പടി സേവിച്ച് വന്നു ചേർന്ന ആനകളില്ല, കുതിരകളില്ല, രഥങ്ങളില്ല, സൈനികരില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ അഭിഷേകത്തിന്റെ ഈ മുഹൂർത്തത്തില് രാമൻ ഇങ്ങനെ വരുന്നത് സീത വളരെയേറെ ദുഃഖത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ്. ഇതൊന്നൊന്നായിട്ട് സീത ചോദിക്കുന്നു, ഇത് ഓരോന്നും അല്ലയോ രാമ, എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുമ്പോൾ അതിനു മുമ്പും ഇതെല്ലാം ഉണ്ടാകേണ്ടതാണല്ലോ, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ട്? സീത ചോദിക്കുന്നു. അഭിഷേകോ യഥാസജ്ജ കിമിതാനീമിതം തവ. സീതയുടെ ആ ചോദ്യ പരമ്പര വന്ന് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലയോ രാമ, ഈ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ അവസരത്തില് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ത്? അപൂർവോ മുഖവർണ്ണശ്ച. ഈ പ്രകാരത്തിൽ മ്ലാനമായ മുഖത്തെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മുഖത്തിന്റെ ഈ മങ്ങൽ അപൂർവമാണ്. അപൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത്. ഇതിനു മുമ്പ് ഇങ്ങനെ മ്ലാനത മുഖത്ത് വന്നിട്ടില്ല. മാത്രമല്ല എപ്പോഴും അങ്ങയുടെ മുഖം സന്തുഷ്ടമായിരിക്കും. അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ന പ്രഹർഷശ്ച ലക്ഷ്യതേ. പക്ഷേ ആ സന്തോഷം ഇപ്പോൾ മുഖത്ത് കാണുന്നില്ല. അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി, എവിടെയോ അസ്തമിച്ചു പോയി. എന്തുകൊണ്ട് രാമ ഇങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ സീത ചോദിക്കുന്നു. എങ്ങനെ? വിലപന്തിയും താം. സീത കരഞ്ഞുകൊണ്ടാ ചോദിക്കണേ, വിലപിച്ചുകൊണ്ടാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സീതയോട് രഘുനന്ദനൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അല്ലയോ സീതേ, കുലേ മഹതി സംഭൂതേ ധർമ്മജ്ഞേ ധർമ്മചാരിണി ശൃണു ജാനകി ഏനേദം ക്രമേണ അധ്യാഗതം മമ. സീതയുടെ ആ പാരമ്പര്യം ഒന്ന് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ് രാമൻ തുടങ്ങുന്നത്. മഹത്തായ കുടുംബത്തിൽ പിറന്നവളാണ് സീത. ധർമ്മത്തിന്റെ സൂക്ഷ്മമായ തലങ്ങൾ നന്നായി അറിയുന്നവളാണ് സീത. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ നിരന്തരം പ്രവർത്തിക്കുന്നവളാണ് സീത. എന്ന് മാത്രമല്ല, ജാനകിയാണ് സീത. ജനകന്റെ മകളാണ് സീത. ആരാ ജനകൻ? ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാപുരുഷൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മഹാദേവൻ തന്നെ തന്റെ വില്ല് ത്രയംബകം സൂക്ഷിക്കാനായിട്ട് വച്ചിരുന്നത്, ന്യാസമായിട്ട്. അതാണ് ജനകന്റെ പാരമ്പര്യം, ജനകന്റെ മഹത്വം. അങ്ങനെയുള്ള ജനകന്റെ മകൾ അതാണ് ജാനകി. നീ ജാനകിയാണ്. അല്ലയോ ജാനകി, നീ ശൃണു, കേട്ടുകൊള്ളു. ഈ സാഹചര്യത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. രാജ്ഞാ സത്യപ്രതിജ്ഞേന പിത്ര ദശരഥേന വൈ കൈകേയ്യൈ മമ മാത്രേതു പുരാദത്തവും മഹാവരവും. സീതയ്ക്ക് അറിഞ്ഞുകൂടാത്തതായ ആ രഹസ്യം ഇതാ രാമൻ പറയുകയാണ്. രാമന് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു. കൈകേയി പറയുമ്പോഴാണ് രാമനും അറിയുന്നത്. കൈകേയും മറന്നിരിക്കുകയായിരുന്നു. മന്ധര ഓർമ്മിപ്പിച്ചപ്പോഴാണ് കൈകേയി അത് ഓർത്തത്. ദേവലോകത്ത് നിന്ന് മടങ്ങി വന്നപ്പോഴേക്കും കൈകേയി അവിടെ ദേവലോകത്ത് നടന്ന സംഭവങ്ങളെല്ലാം മന്ധരയെ കേൾപ്പിച്ചിരുന്നു. മന്ധരയ്ക്ക് വേണ്ടത് ഇങ്ങനെ കൈകേയിയുടെ സന്താനത്തിന് ഈ അയോധ്യയുടെ ആധിപത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇതൊരു പിടിവള്ളിയാണ്, അവൾക്കറിയാം. അതുകൊണ്ട് മന്ധര അതിനെ തന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. കൈകേയി മറന്നു. കൈകേയിക്ക് അങ്ങനെയുള്ള സങ്കല്പമൊന്നുമില്ല. തന്റെ മകനെ രാജാവാക്കണം എന്നുള്ള ആഗ്രഹം ഒന്നുമില്ല. അവസാനം 4 മക്കളെ ദശരഥന് ലഭിച്ചു ഈ 3 റാണിമാരിലൂടെ.
ആ 4 മക്കളെയും ഒരുപോലെ സ്നേഹിച്ചവരാണ് കൗസല്യയും കൈകേയിയും സുമിത്രയും. ഇവിടെ മന്ധര വന്ന് കൈകേയിയുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്നതുവരെ ഭേദചിന്ത കൈകേയിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മന്ധര ഇക്കാര്യം കൈകേയെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. മന്ധര ഇക്കാര്യം കൈകേയെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ആ കൈകേയി പറഞ്ഞാണ് രാമനും ഇക്കാര്യം അറിയുന്നത്. അത് രാമൻ ഇതാ സീതയെ കേൾപ്പിക്കാണ്. അല്ലയോ സീതേ, എന്റെ അമ്മയായിരിക്കുന്ന കൈകേയിയെ മമ മാത്രേതു, മമ മാത്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ അമ്മ, എന്റെ അമ്മയാകട്ടെ. ദശരഥനോട് 2 വരങ്ങൾ ചോദിച്ചിരുന്നു. അതിനെന്താ കാരണം? എന്റെ അമ്മയ്ക്ക് കൈകേയിയെയും മമ മാത്രേതു പുരാതത്വവും മഹാവരവും. രാജാവായിരിക്കുന്ന ദശരഥൻ പണ്ടേ തന്നെ 2 വരങ്ങൾ നൽകിയിരുന്നു കൈകേയിക്ക്, എന്റെ അമ്മയ്ക്ക്. ആരാ ദശരഥൻ? സത്യപ്രതിജ്ഞനാണ്, എടുത്തു പറയാണ്, പിതാവാണ്, രാജാവാണ്. അദ്ദേഹം 2 വരങ്ങൾ കൈകേയിക്ക് നൽകിയിരുന്നു. ആ 2 വരങ്ങൾ കൈകേയി ചോദിച്ചു. ഏതൊക്കെയാ വരങ്ങൾ? ചതുർദശഹി വർഷാണി വസ്തവ്യം ദണ്ഡകേമയ പിത്രാമേ ഭരതശ്ചാപി യവരാജ്യേ നിയോജിത. 14 വർഷം ഞാൻ ദണ്ഡകാരണ്യത്തിൽ പാർക്കണം. ഇതാണ് ഒരു വരൻ. പിന്നെയോ ഭരതനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം. ഈ 2 വരങ്ങൾ ചോദിച്ചു. ആ 2 വരങ്ങൾ കൊടുക്കാൻ രാജാവ് ബാധ്യസ്ഥനാണ്. ഞാനത് നടപ്പിലാക്കാനായിട്ട് ഇതാ നിശ്ചയിച്ചുറച്ചിരിക്കുന്നു. അച്ഛന്റെ വാക്ക് ഒരിക്കലും കള്ളമായി തീരാൻ പാടില്ല. അച്ഛൻ അധർമ്മം ചെയ്യുന്നവനായി തീരാൻ പാടില്ല. അത് പുത്രധർമ്മമാണ്, അച്ഛന്റെ ധർമ്മത്തെയും സത്യത്തെയും രക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സോഹം ത്വാം ആഗതോ ദ്രഷ്ടും പ്രസ്ഥിതോ വിജനം വനം. ഈ ഞാൻ ദശരഥന്റെയും അതേപോലെ തന്നെ കൗസല്യയുടെയും കൈകേയിയുടെയും സുമിത്രയുടെയും മകനായിരിക്കുന്ന ഈ ഞാൻ വിജനമായിരിക്കുന്ന വനത്തിലേക്ക് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ കർത്തവ്യമാണ് സീതേ, നിന്നെ വന്ന് കണ്ട് നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ സമാധാനിപ്പിച്ചിട്ട് കാനനത്തിലേക്ക് പോവുക എന്നുള്ളത്. അതിനുവേണ്ടി നിന്നെ കാണാൻ വേണ്ടി ഞാനിതാ നിന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലയോ സീതേ, നീ ഈ കാര്യങ്ങൾ ധർമ്മത്തിന്റെ സൂക്ഷ്മഗതി നീ ഭംഗിയായി അറിയുന്നവളാണ്. നീ അത് ഓർക്കണം. അഹം ചാപി പ്രതിജ്ഞാം താം ഗുരു സമനുപാലയൻ വനമധ്യൈവ യാസ്യാമി സ്ഥിരീഭവ മനസ്വിനി. ഞാൻ എന്റെ ഗുരുവിന്റെ, എന്റെ അച്ഛന്റെ ആ പ്രതിജ്ഞയെ ഭംഗിയായിട്ട് പരിപാലിച്ചുകൊണ്ട് സമനുപാലയൻ ഭംഗിയായി പരിപാലിച്ചുകൊണ്ട്, മനസ്സുകൊണ്ടും പ്രാണങ്ങളെ കൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരത്തെ കൊണ്ടും, കേവലം അഭിനയമല്ല എന്നർത്ഥം. അങ്ങനെ ഭംഗിയായി പരിപാലിച്ചുകൊണ്ട് വനം അദ്വൈവയാസ്യാമി, ഇപ്പൊ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നു. അല്ലയോ മനസ്വിനി, അങ്ങേയറ്റം സ്നേഹമുള്ളവളെ, സാത്വികമായിരിക്കുന്ന സങ്കല്പത്തോടു കൂടിയവളെ, നീ നിന്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും സന്തോഷത്തിൽ ഉറപ്പിച്ചു നിർത്തുക, ധർമ്മത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ഒരു കാരണവശാലും നീ വേദനിക്കരുത്. സ്ഥിരീഭവ, നീ ഒരു കാരണവശാലും വേദനിക്കരുത്. മനസ്സിനെ നീ പൂർണ്ണമായിട്ടും നിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തുക. യാതേച്ച മൈ കല്യാണി വനം മുനി നിഷേവിതം വ്രതോപവാസവരയാ ഭവിതവ്യം ത്വയാനഘേ. അല്ലയോ അനഘേ, പാവമില്ലാത്തവളെ, പുണ്യമയ്യായിട്ടുള്ളവളെ, ഞാൻ കാനനത്തിലേക്ക് പോയി കഴിഞ്ഞാല് നീ എങ്ങനെ ജീവിക്കണം? വ്രതവും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങേയറ്റം തപോലീനയായിട്ട്, അല്ലയോ കല്യാണി, മംഗളമയമായ സ്വഭാവത്തോടു കൂടിയവളെ, നീ ഇവിടെ ഈ കൊട്ടാരത്തിൽ കഴിയണം. ഞാൻ മുനിമാരാൽ സേവിക്കപ്പെടുന്നതായ കാനനത്തിലേക്ക്, മംഗളഭൂയിഷ്ടമായിരിക്കുന്ന കാനനത്തിലേക്ക് പോവുകയാണ്. ആ അവസരത്തിൽ നീ ഇവിടെ തപോനിഷ്ഠയില് ഈ കൊട്ടാരത്തിൽ കഴിയണം.
വ്രതവും ഉപവാസവും ഒക്കെയായിട്ട്. കാല്യമുദ്ധായ ദേവാനാം കൃത്വ പൂജാം യഥാവിധി. രാവിലെ എണീറ്റ് വിധിപ്രകാരം ദേവപൂജാദികളെല്ലാം നിർവഹിച്ചിട്ട് വന്ദിതവ്യോ ദശരഥ പിതാമമ ജനേശ്വര, നീ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചെല്ലണം. ആ അച്ഛനെ, അദ്ദേഹം നാട്ടുകാരുടെ മുഴുവൻ ഈശ്വരനാണ്, ഈ അയോധ്യയുടെ ഈശ്വരനാണ്, രാജാവാണ്, എൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തെ നീ ബഹുമാനത്തോടു കൂടിയിട്ട് വന്ദിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കണം. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് നീ പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല, മാതാച മമ കൗസല്യ വൃദ്ധ സന്താപകർഷിത ധർമ്മമേവ അഗ്രതകൃത്വ ത്വത്ത സമ്മാനമർഹതി. എന്റെ അമ്മ കൗസല്യ വൃദ്ധയാണ്. ഇപ്പോഴാകട്ടെ സന്താപത്താൽ ദുഃഖത്താൽ അങ്ങേയറ്റം തകർന്നു പോയിരിക്കുന്നു. സന്താപകർഷിത, ദുഃഖത്താൽ ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു, ദുർബലയായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ അമ്മയ്ക്ക് ധൈര്യം പകരേണ്ടത് നീയാണ്. അച്ഛന് ധൈര്യം പകരേണ്ടത് നീ തന്നെ. ആ അമ്മയെ നീ ധർമ്മത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അമ്മയെ ബഹുമാനിക്കണം, അമ്മയെ ആദരിക്കണം, അമ്മയെ സേവിക്കണം, അമ്മയുടെ വാക്കുകളെല്ലാം അനുഷ്ഠിക്കണം. കൗസല്യെ നീ സംരക്ഷിക്കണം എന്ന് മാത്രമല്ല, വന്ദിതവ്യാശ്ചതേ നിത്യം യാ ശേഷ മമ മാതരഃ. എന്റെ ഇനി 2 മാതാക്കളുണ്ടല്ലോ, സുമിത്രയും കൈകേയിയും. അവരും എനിക്ക് പൂജനീയരാണ്. അവരെയും നീ എല്ലാ ദിവസവും വന്ദിക്കണം, അവരെയും നീ സംരക്ഷിക്കണം. എന്തുകൊണ്ടെന്നാല് സ്നേഹം കൊണ്ട് അവർ എന്നില് അനുഗ്രഹം നാളിതുവരെ ചൊരിഞ്ഞു പോന്നു. അതേപോലെ ഈ അമ്മമാരെല്ലാം സ്നേഹം കൊണ്ട് എനിക്ക് ഒരുപോലെയാണ്. ഇങ്ങനെ ഞാൻ മടങ്ങി വരുന്നതുവരെ ജീവിതം മുഴുവൻ ഒരു തപസ്സായിട്ട് നീ ഇവിടെ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് നീ ജീവിതത്തെ ധന്യമാക്കി തീർക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ സീതയോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതാണ് ഈ 26-ാമത്തെ സർഗത്തില് നാം കാണുന്നത്.